ഹലോ എവരിവൺ. ഈ മാസം റിലീസിന് ഒരുങ്ങുന്ന ഇഷ്ടരാഗ് എന്ന സിനിമയിലെ പ്രധാന വേഷം ചെയ്ത ഒരാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്കാരം. ആദ്യം തന്നെ സാധനം ഒന്ന് പരിചയപ്പെടുത്താമോ? പേര് എന്റെ പേര് രഘുനാഥൻ മടിയൻ. രഘുനാഥൻ മടിയൻ. അതെന്താ മടിയില്ല? യാതൊരു മടിയില്ല, പേര് മാത്രം മടിയെന്നുള്ളൂ. കുടുംബപ്പേര് എന്നാലും ഒരു ഭയങ്കര വെറൈറ്റി പേരാട്ടോ. ഈ ആസ്ഥാന മടിയന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും പറയാറില്ലേ? ആണ്. എല്ലാരും ചോദിക്കും മടിയൻ എല്ലാ പേര്, പിന്നെ പറയുമ്പോ തന്നെ മടിയൻ ഓഫീസിൽ നിന്നൊക്കെ. അപ്പൊ പിന്നെ മടിയൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിന്റെ പേര് ഞാൻ വിട്ടിട്ടില്ല. അത് ഒരു വെറൈറ്റി കുടുംബം, അല്ലെങ്കിൽ ചിലവർക്കൊക്കെ ഭയങ്കര വെറൈറ്റി കുടുംബ പേര്. ഭയങ്കര ഈ കുടുംബ പേര് ഇപ്പൊ പേരിനൊപ്പം ഇട്ട ശേഷം ഭയങ്കര ലക്കി ഫാക്ടർ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ല, ഞാൻ ചെറുപ്പത്തില് അങ്ങനെ തന്നെ മടിയൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫേമസ് മടിയൻ കൂലമെന്ന് കേട്ടിരുന്നു. കാഞ്ഞങ്ങാടിലെ വലിയൊരു ക്ഷേത്രമാണ്, ഫേമസ് ആണ്. ആ പരിസരത്താണ് നമ്മുടെ തറവാടൊക്കെ. അങ്ങനെ ചെറുവത്തൂരാണ് ഇപ്പൊ താമസം. ഉണ്ണിരാജന്റെ ഒക്കെ വീട്ടിന്റെ നാട്ടിലാണ്. ഓക്കേ, അപ്പൊ ഈ സിനിമയിലത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? സിനിമയില് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ASI. അതായത് ഇതിൽ SI ആയിട്ട് കൈലാഷ് സാറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ടീമുണ്ട്. ആ ടീമിനെ നിയന്ത്രിക്കുന്ന ഈ ASI ആണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലേക്ക് എത്തുന്നത് പറഞ്ഞാൽ ജയൻ പൊതുവാളായിട്ട് മുമ്പേ പരിചയമുണ്ട്. പിന്നെ ഞാൻ 2016 കാട് പൂക്കുന്ന നേരം പറഞ്ഞ സിനിമ റിലീസായിരുന്നു. ഡോക്ടർ ബിജു സാറിൻ്റെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ അതിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 5-8 സിനിമകളിൽ ചെയ്തു. ഇപ്പോൾ സാറിൻ്റെ ലാസ്റ്റ് പിന്നെ അദൃശ്യജാലകങ്ങൾ അതിലൊക്കെ ഉണ്ട്. തമിഴ് സിനിമ അപ്പൊ സിനിമ തന്നെയായിരുന്നു ആദ്യം മുതലേ ഒരു ആഗ്രഹം? ആഗ്രഹം പറഞ്ഞാൽ നാടകത്തിലായിരുന്നു. ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിജു ഡോക്ടറെ ഏറ്റവും പരിചയപ്പെട്ടത്. അപ്പം സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവാർഡ് കിട്ടിയ ആളല്ലേ. അപ്പോൾ സാറിൻ്റെ പേരും ചേർന്ന് സാറ് എന്നെ വിളിച്ചു. പോയി 10-15 ദിവസം പിന്നെ പത്തനംതിട്ട വെച്ച് കാട്ടിലായിരുന്നു. ശരി, കാട് പൂക്കുന്ന നേരം ആ കാട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് സിനിമയോട് നമുക്കൊരു ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക, അതില്ലേ, അതാണ്. അങ്ങനെയാണ് നമ്മള് സിനിമ എന്നുള്ള മോഹം കണ്ടുവരുന്നതല്ലേ. അപ്പൊ ഇതില് ഇപ്പൊ പോലീസായിട്ടാണല്ലോ ഇതില്. അപ്പൊ ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് ഈ ഒരു വേഷം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. കാട് പൂക്കുന്ന നേരത്തില് അതില് പിന്നെ ഇന്ദ്രജിത്തിന്റെ കൂടെ ഒരു 10 പോലീസുകാരാണ്. അതിലൊരാളാണ് ഞാൻ. പിന്നെ ഒരു പിന്നെ കയ്യൂരിൻ്റെ സമരം ചരിത്രം പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു, അരയാക്കടവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സിനിമയിലും പഴയ പോലീസുകാരനായിരുന്നു. പഴയ നമ്മളെ മരിച്ചുപോയ കലാശാല സാറില്ലേ, കലാശാല ബാബു, അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഒരു പിന്നെ കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ കുറേ സ്കൂൾ അധ്യാപകനായിട്ട് ആയിരുന്നു കുറച്ചെണ്ണത്തിൽ. പിന്നെ തമിഴിൽ ഒരു നല്ല മുഴുക്കുടിയനായിരുന്നു, ചാർമിള മേഡത്തിന്റെ ഹസ്ബൻഡായിട്ട്. സിനിമ റിലീസായില്ല. നല്ല ക്യാരക്ടറായിരുന്നു. അപ്പൊ ഇതിന്റെ പോലീസിന് എന്തെങ്കിലും വ്യത്യാസമായിട്ട്? ഇത് ശരിക്കും നമ്മള് പിന്നെ എന്താ പറയേണ്ടത്, പോലീസുകാർ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് പോലീസ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് പെരുമാറ്റം സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഭയങ്കര ആയിട്ട് ഇത് എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ഉണ്ടാവാറുണ്ടോ? പ്രിപ്പറേഷൻ പറഞ്ഞാൽ എന്നെ പൊതുവെ പല ആളും പോലീസുകാരനായിട്ടാണ് പറയാറ്. ഞാൻ പോലീസൊന്നുമല്ല. അതെ, എന്നോട് പല ആളും ചോദിച്ചിട്ടുണ്ട് പോലീസിലാണോ ചോദിച്ചിട്ടുണ്ട്. ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അറിയാത്ത ആള് കാണുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പോലീസാന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരിട്ടി ടൗണിൽ വെച്ചിട്ട് ബസ്സുകാരൊക്കെ ശരിക്കും പറഞ്ഞാല് കൈലാഷ് സാറൊക്കെ പോലീസല്ല, നടനാണെന്ന് എല്ലാവർക്കും അറിയാം. ശരിക്കും അറിയാലോ അയാൾ എന്ത് പോലീസ് വേഷം ഇട്ടാലും വേണ്ടിയിട്ട് വേഷം. പക്ഷെ നമ്മളായിരിക്കും അങ്ങനെ പരിചയമില്ലല്ലോ. അപ്പം നമ്മൾ ഈ വേഷം കണ്ട് ശരിക്കും പോലീസാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രസകരമായിട്ടില്ല. പേടിച്ചോളൊരു കല്ലായിട്ട് കൊണ്ടുപോകുന്ന ഒരു വണ്ടി. അപ്പോൾ ഈ ഡ്രൈവർ പിന്നെ കണ്ട് വണ്ടി അടിച്ചു വിട്ടു. നമ്മൾ ചെക്കിങ്ങിനാ പോകുന്നു പറഞ്ഞിട്ട് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു നിങ്ങളെ കണ്ടിട്ടാണ് വണ്ടി നിർത്തി പറഞ്ഞു. അപ്പോൾ ഇയാൾ ആകെ പേടിച്ചിട്ടായില്ലേ. ഞാൻ പറഞ്ഞു
പോയിക്കോ നിങ്ങൾ പോയിക്കോ പോലീസല്ല അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും പക്ഷെ കണ്ട ഒരു പോലീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും അങ്ങനെ അതും ആ വേഷമൊക്കെ ഇട്ടിരിക്കുമ്പോ എല്ലാരും വിചാരിക്കില്ലേ.